യെസ്, ശബരിമല മേൽശാന്തിയായി പ്രസാദ് ഇഡിയെ, തൃശൂർ സ്വദേശി ചാലക്കുടി സ്വദേശിയായിട്ടുള്ള പ്രസാദ് ഇഡിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സാനു കെ സജീവ് അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാനു, അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജകൾ നടത്തുന്ന ഇടയിലാണ് ഈ പൊന്നമ്പലവാസനെ പൂജിക്കുന്നതിനുള്ള ശബരിമലയിലേക്ക് എത്തുന്നതിനുള്ള നിയോഗം അദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടുള്ളത്. എന്തായാലും ആറേശ്വരം ധർമ്മശാസ്ത്ര പൊന്നമ്പലവാസനെ പൂജിക്കുന്നതിനുള്ള ശബരിമലയിലേക്ക് എത്തുന്നതിനുള്ള നിയോഗം അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ 14 പേർക്കും ആഗ്രഹമുണ്ടല്ലോ, അത് ആ ഒരു ആഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അയ്യപ്പൻ എന്റെ നമ്പറായപ്പോ എന്റെ നമ്പറിൽ തന്നെ എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അതായത് 3 തവണ നമ്മൾ അപേക്ഷ നൽകിയിരിക്കുന്നു. 3ാമത്തെ തവണ അയ്യപ്പൻ വിളിച്ചിരിക്കുന്നു അല്ലേ? ആദ്യ തവണ നറുക്കെടുപ്പിലുണ്ടായിരുന്നു. ഫസ്റ്റിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടി. 2ാമത്തെ തവണ എന്റെ പേരെടുത്തു, മേൽശാന്തി ഉണ്ടായില്ല. 3ാമത്തെ തവണ പേരെടുത്തു, മേൽശാന്തി ഉണ്ടായി. തീർച്ചയായിട്ടും. അതപ്പം എങ്ങനെയാണ് ഇനിയുള്ള ചടങ്ങുകൾ? ബാക്കിയുള്ള എത്രത്തോളം സന്തോഷമുണ്ട്? കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ എത്തിയോ? ഇല്ലില്ല, അവരൊക്കെ വീട്ടിൽ തന്നെ. എത്ര വർഷമായി ഈ ആറേശ്വര ക്ഷേത്രത്തില്? ഇനിയും ബാക്കിയുള്ള, അതായത് വീട്ടിൽ തന്നെയാണ്. എത്ര വർഷമായി ഈ ആറേശ്വര ക്ഷേത്രത്തില്? കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള, അതായത് ഈ സാധാരണ നിലയിൽ ഇപ്പൊ നമ്മളിപ്പോ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഈ ആചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ശബരിമലയിൽ എത്തുന്ന ഭക്തർ അവരെ എത്രത്തോളം ജാഗ്രത പാലിക്കണം? ഈ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല ഭക്തർക്കുള്ളതല്ലേ? ഭക്തരുടെ കടമ. അതെ അതെ, ഭക്തര് അവരുടെ ഭാഗം പൂർണ്ണ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളും നമ്മുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക, അതേപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തെറ്റാണ്ടുള്ള രീതിയിൽ ചെയ്യുക. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാനനത്തിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. അവിടേക്ക് എത്തുമ്പോൾ ഓരോ ഭക്തർക്കും കൊടുക്കാനായിട്ടുള്ള ഒരു പുറപ്പെട ശാന്തിയായിട്ട് ശബരിമലയിലേക്ക് എത്താൻ പോവുകയാണ്. അതിപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. അയ്യപ്പനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ വേണ്ടതൊക്കെ അദ്ദേഹം തരും. അതാണ് എന്റെ അനുഭവം. അതാണ്. എത്ര കാലമായിട്ട് ശബരിമലയിൽ അയ്യപ്പസ്വാമിയെ പൂജിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു? അത് ഏത് കാലം തൊട്ടാണ്? നമ്മൾ ഈ ശബരിമലയിലേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ മുതലാണോ അവിടേക്ക് എത്തണം അല്ലെ പൂജിക്കാൻ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്കൊരു 5 വർഷം തോന്നിയിട്ടുള്ളൂ. അച്ഛൻ മരിച്ച കാരണം അതിന് പറ്റിയില്ല. പിന്നെ അതോടുകൂടി അതിനെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോഴാണ് ഒരു 5 വർഷം മുമ്പ് ഒരു പൂജയ്ക്ക് പോയി ഇങ്ങനെ വർത്തമാനം പറയുന്നതിന്റെ ഇടയിലാണ് ശബരിമലയ്ക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം വന്നത്. അപ്പൊ പിന്നെ അന്ന് തൊട്ട് ഒരു സ്പിരിറ്റ് പോലെ അങ്ങനെ കയറി. ഈ 3ാമത്തെ തവണ കിട്ടുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്? ഒരു പ്രതീക്ഷയില്ല. എന്നേക്കാൾ അധികമുള്ളവരാണ് ബാക്കിയുള്ളവര്. സ്വാമിയുടെ അടുത്തേക്ക് എത്താൻ സാധിച്ചതിൽ അത് നമുക്ക് ഇനി കാണാൻ സാധിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് വലിയ ജന്മസുഹൃതമാണ്. അതായത് മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 35ാമത്തെ വയസ്സുമുത്ത് ഈ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നതാണ്. അവസാനം അയ്യപ്പൻ വിളിച്ചു, താൻ അവിടേക്ക് എത്തുന്നു എന്നാണ് ഗൗതം അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശബരിമല നിയുക്ത മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് സാനു കെ സജീവ് ചാലക്കുടിയിൽ നിന്ന് പങ്കുവച്ചത്.